ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജെന്നി, എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ, കുത്തുകുഴി, കോതമംഗലം. ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ വീഡിയോ ആണ്. കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കോട്ടൻ്റെ കുറച്ച് സെറ്റുകളുണ്ട്, പിന്നെ കുറച്ച് സെമി സിൽക്കിൽ വരുന്ന സെറ്റുകളും കുറച്ച് ടസറിൽ വരുന്ന സെറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോട്ടൻ്റെ സെറ്റുകൾ കാണാം. ഫസ്റ്റ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് മജന്ത ഷെയ്ഡിൽ വരുന്ന ടോപ്പ്. ഇങ്ങനെ യെല്ലോ വരും ടോപ്പ്. അതിൻ്റെ ബോട്ടം വരുമ്പോൾ മജന്ത എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടുള്ള മജന്തയല്ല കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ ഡാർക്ക് എന്ന് പറയാം, മജന്ത എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വരും. ബോട്ടം വരുമ്പോഴും നല്ലൊരു പിങ്ക്, നല്ല രസമുണ്ട്. ഇതും കൊണ്ടും ടോപ്പ് തയ്ക്കാം, നല്ല മെറ്റീരിയൽ. 1150 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. അടുത്തത് വരുന്നത് ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു മെറൂൺ ചേർന്നിട്ടുള്ള ഒരു റെഡ്. കറക്റ്റ് കളറാട്ടോ വീഡിയോയില്. നല്ല ഭംഗിയാട്ടോ ഈ കളർ കാണാനായിട്ട്. ഒരു മെറൂൺ ടിഞ്ചാണ് കൂടുതലും വരുന്നത്. അതിൻ്റെ ഷോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു നേവി ബ്ലൂ ആൻഡ് ഗ്രേ ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സെയിം നല്ല വലിയ ഷോളാണ്. കോട്ടൺ ഷോളാട്ടോ ഇത്. ഞാൻ ആദ്യത്തേനകത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എല്ലാം കോട്ടണാണ്. അതെ, നല്ല കോട്ടൺ. ഇതും കൊണ്ട് വേണമെങ്കിൽ ടോപ്പ് തയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഷോളാണ്. മെറ്റീരിയൽ ലൈനിങ് വെച്ച് തയ്ക്കണം, സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1150. അടുത്തതൊരു നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു കളറാട്ടോ. കോട്ടണിൽ ഈ കളർ നമ്മൾ കാണിച്ചിട്ടില്ല. എന്നാ ചെറുപയർ പച്ചയാണോ? ഒരു ഏകദേശം ചെറുപയർ പച്ചയുടെ ഒരു കളർ അല്ലേ, ഒരു യെല്ലോയും ചെറുപയർ പച്ചയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ്. അതിൻ്റെ ബോട്ടം വരുമ്പോൾ ബോട്ടത്തിൻ്റെ ഡിസൈൻ, ബോട്ടം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ. ഇങ്ങനെ ആ ബേജിൽ ബ്ലാക്ക് ഡിസൈനാണ് ബോട്ടത്തിൻ്റെ വരുന്നത്. ഷോള് വരുമ്പോഴും ആ സെയിം കോമ്പിനേഷനിൽ തന്നെ വരും. ബോട്ടത്തിൻ്റെ സെയിം. നല്ല സോഫ്റ്റ് മൽക്കോട്ടൻ്റെ ഷോളാണ്. നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഷോൾ ഇടണമെങ്കിലും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടന്നോളും. ഒരു ഷിഫോൺ ഷോളൊക്കെ ഇടുന്ന അതേ ഫീല് തന്നെ കിട്ടും കേട്ടോ ഈ ഷോള്. ഒട്ടും കട്ടിയുള്ള ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. 1150. നല്ല മെറ്റീരിയലാണ്, കളർ ഫേഡിങ് ഒന്നും ഇല്ല. നല്ല ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അക്വാ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ്. അതിൻ്റെ ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഷോള്. അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും. നല്ല കോമ്പിനേഷൻ. എപ്പോഴും അങ്ങനെ നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല. 1150. അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന സെറ്റ് ആട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. ബ്ലാക്കില് വൈറ്റ് ആണ് ഷോള് വരുന്നത്. ഇങ്ങനെ വരും ഷോള്. ബോട്ടം ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പ്രിന്റ്. 1150. അടുത്തത് അപ്പൊ നമുക്ക് കോട്ടന്റെ അത്രയും സെറ്റുകളാണ്. ഇനി വരുന്നത് ഇത് കോട്ടൺ തന്നെയാണെന്ന് പറയാം. ഒരല്പം മിക്സ് ഉണ്ടോ എന്നൊരു ഡൗട്ട് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല, എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ പോലെ തന്നെ നല്ല അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷോള് വരുമ്പോൾ ഇത് ചന്തേരിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോളാണ്. ടോപ്പിൻ്റെ ബോഡിയിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആണ്, ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സ്ട്രൈപ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഷോളിൻ്റെ കളറും അത് തന്നെയാണ്. ബോട്ടം ഗ്രേ ഷെയ്ഡിൽ തന്നെ വരുന്ന കോട്ടൻ്റെ ബോട്ടമാണ് വരുന്നത്.
ഷോളിൽ വരുന്നത് പ്രിന്റ് അല്ല, എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഇതാണ് സെറ്റ്. ഈ സെറ്റിന്റെ റേറ്റ് 990. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള, പക്ഷെ അത് 990ക്ക് നല്ല വർത്തായിട്ടുള്ള സെറ്റ് കേട്ടോ. വീഡിയോഗ്രാഫറിന് ഒരു അത്ഭുതം 990 എന്ന് കേട്ടപ്പോ. ഒരു പിങ്ക് ഷെയ്ഡിലാണ്. ഇതും ഒരു കോട്ടൺ ആണ്. ഇതിന്റെ ലെങ്ത് എനിക്ക് 48 ഒന്നും കിട്ടില്ല കേട്ടോ ലെങ്ത്. കാരണം ലെങ്ത് ഒരു അല്പം ഷോർട്ടാണ്, 48 ഒന്നും വരില്ല. ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ. അതിനകത്തെ കൂടെ ഗ്രേ ആൻഡ് ഗോൾഡൻ വരുന്ന പ്രിന്റ്സ് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഷോള് ഷിഫോൺ ആണ്. അതിന്റെ അറ്റത്തെ കൂടെ അതേ ഇങ്ങനെ ലേസ് വർക്ക് അല്ല, അതെ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കോട്ടണിൽ വരുന്ന ബോട്ടം. ഷോള് നല്ല ലെങ്ത് ഉള്ള ഷോളാട്ടോ. അതെ നല്ല വലിയ ഷോളാ. ഇതിന്റെ റേറ്റ് വരുമ്പോ 980. അടുത്തത് വരുന്നത് ഒരു സെമി സിൽക്കിൽ വരുന്ന സെറ്റാണ്. അതെ ഒരു ഗ്രീൻ ഇങ്ങനെ വരും. ഇത് ടോപ്പിനകത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. അതെ ഇങ്ങനെ ഒരു ഡയഗണൽ ആയിട്ട് ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട്. അതിനിടയിൽ കൂടെ ചെറിയ ഓരോ മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. കാണാമോ? ഇതിനകത്ത് വളരെ ലൈറ്റായിട്ടാണ്, ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. ആ മിറർ വർക്ക് അത്ര ക്ലിയർ ആയിട്ട് അല്ല. കളർ ഒരല്പം ബ്ലൂയിഷ്, കാരണം നമ്മുടെ ഗ്രീൻ വരുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണല്ലോ. ഇതൊരു ഗ്രീനിഷ് ഷെയ്ഡാണ്. ഇനി അതിൻ്റെ ഷോള് വരുമ്പോൾ ഇതുണ്ട് കോട്ട സിൽക്കിൽ ഇതേ ഇങ്ങനെ പ്രിന്റ് വരുന്ന ഷോളാണ്. കോട്ട സിൽക്കാണ് ഈ മെറ്റീരിയൽ. നല്ല രസമുണ്ട് ഷോളിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. ഭയങ്കര മൾട്ടി കളർ അല്ലേ, ഏതിന് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇതേ ബോട്ടം ഇങ്ങനെ കോട്ടണിൽ റെഡ്. 980 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. 980. ഷോള് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഒരു കോട്ട സിൽക്ക് ആയതുകൊണ്ട് ഒരു അതിൻ്റെതായ ചെറിയൊരു സ്റ്റിഫ്നെസ് കാണും. വൺ സൈഡൊക്കെ ഇടാൻ നല്ല ഷോളാണ്. 980 ആണ്. അടുത്തത് വരുന്നത് ഒരു റാണി പിങ്ക്, നമ്മുടെ മജന്ത ഷെയ്ഡിൽ വരുന്ന സെയിം പാറ്റേൺ തന്നെ. ഇങ്ങനെ വരും. അതിൻ്റെ ഒരു നമുക്കിടയ്ക്ക് നല്ലൊരു ഇതായിരുന്നു, ട്രെൻഡായിരുന്നു ഈ മജന്തയും ഓറഞ്ചും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. ഇപ്പോഴും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതും ഇങ്ങനെ കോട്ട സിൽക്കിൽ ഒരു എംബ്രോയിഡറി വർക്കും ഉണ്ട്. ഇടയിൽ കൂടെ ഒരു എംബ്രോയിഡറി വർക്കുണ്ട്. ബാക്കിയെല്ലാം പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല രസം. ഇതേ ഇതിനകത്തെ കൂടെ ഓറഞ്ച് ഷെയ്ഡ് പോയിരിക്കുന്നതുകൊണ്ട് ഓറഞ്ചാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. റാണി പിങ്ക് ആൻഡ് ഓറഞ്ച്. 980. അടുത്തത് വരുന്ന മെറ്റീരിയൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്ത് മെറ്റീരിയലാണ്? അയ്യോ ഇത് ഭയങ്കര ലെങ്താട്ടോ. ഇത് മിക്കവാറും 50ക്ക് മുകളിൽ കിട്ടും. അതെ അയ്യോ ഇത് നല്ല വണ്ണമുള്ളവർക്കൊക്കെ തയ്ക്കാം കേട്ടോ. 3 മീറ്റർ ഉള്ളവർക്ക് വേണമെങ്കിലും തയ്ക്കാം. ഇത് മെറ്റീരിയൽ നമുക്ക് ഒരു ജൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് ക്ലോസർ വ്യൂ കാണിച്ച്. അതെ ഇങ്ങനെ ഒരു വീവിങ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒരല്പം സ്റ്റിഫായിട്ട് നമുക്ക് തോന്നും ഈ മെറ്റീരിയൽ, പക്ഷേ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം വാഷ് ചെയ്ത് ഉപയോഗിച്ച മെറ്റീരിയലാണ്, ഒരു പ്രശ്നവുമില്ല. ഇത് 2.5 മീറ്ററിലൊക്കെ കൂടി, ഇത് 3 മീറ്ററിലും കൂടുതലുണ്ടെന്ന്, അത്രയും വലിയ ടോപ്പ്. അതിനകത്ത് ഇങ്ങനെ
ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കില് ഷിബോരി പ്രിന്റ് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല ഇതാണ് അതിന്റെ ബോട്ടം. നല്ലൊരു വൈൻ കളർ. 1580 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. 1580. മെറ്റീരിയൽ ഒരല്പം സ്റ്റിഫായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. അടുത്തത് വരുന്നത് ചന്തേരിയില് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി ആൻഡ് മിറർ വർക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ക്ലോസർ വ്യൂ കാണിച്ചേരെ. എംബ്രോയിഡറി ആൻഡ് മിറർ വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഷോള് വരുമ്പോ ഷിഫോണിൽ വരുന്ന ഷോളിനകത്തേക്കൂടെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് പോയിരിക്കുകയാണ്. അതിങ്ങനെ ഒരു ലൈറ്റർ ടു ഡാർക്കർ ടോണിലേക്കാണ് ഷോളിന്റെ ഒരു കളർ പാറ്റേൺ പോയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റർ ഷെയ്ഡ്, അങ്ങോട്ട് പോകുമ്പോൾ ഡാർക്കർ ഷെയ്ഡ്. അതിന് നല്ല ആ വൈൻ കളറിൽ തന്നെയുള്ള നല്ല കോട്ടൺ സിൽക്കിന്റെ ബോട്ടം. നല്ല സെറ്റാട്ടോ, നല്ല മെറ്റീരിയലുമാണ്. 1850 ആണ് സെറ്റിന്റെ റേറ്റ്. അടുത്തത് വരുന്നത് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു മെറ്റീരിയൽ, ഒരു റയോണിൽ വരുന്നതാണ്, ഒരു റയോൺ കോട്ടണിൽ വരുന്നതാണ്. ഒത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ അല്ല, കനം കുറഞ്ഞ മെറ്റീരിയലാണ്. നമുക്ക് ഇടുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഒതുങ്ങി കിടക്കും. ഇത് ലൈനിങ് വെച്ച് തയ്ച്ചാലും നല്ല ഒതുക്കം ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ദുപ്പട്ടയാണ്. ഇങ്ങനെ ചന്തേരിയില് ആപ്ലിക് വർക്കും കട്ട് വർക്കും കൂടെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡില് ഇങ്ങനെ ആപ്ലിക് വർക്കും കട്ട് വർക്കും കൂടെ വന്നിട്ടുള്ള ദുപ്പട്ട. ഈ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം. 2180 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അത് ശരിക്കും ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഒരു അല്പം കൂടെ ലൈറ്റർ ആണ് ഈ ഗ്രീൻ. ഇങ്ങനെ വരും. അതിനകത്ത് നെക്കില് ഇങ്ങനെ കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു സെറ്റാണ്. അതിന്റെ ഷോള് വരുമ്പോൾ സെയിം ടോൺ ടു ടോൺ ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിങ്ങനെ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ഷോളില് ഫുള്ളായിട്ട്. അതിന്റെ ബോട്ടം ഇതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡില് കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടമാണ്. ഇങ്ങനെ കട്ട് വർക്കും അതിനിടയിൽ കൂടെ എംബ്രോയിഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. 2180 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റാട്ടോ. എങ്ങനെ വേണേലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി അടുത്തത് വരുന്നതും ഒരു നമുക്ക് സെമി ജൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊക്കെ ഞാൻ ഒത്തിരി പേഴ്സണലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ധൈര്യമായിട്ട് പറയുന്നത്. നല്ല വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. ബ്ലൂ. അതിന്റെ ഷോള് വരുമ്പോ ഇങ്ങനെ ടസറില് ഇതിനെന്നാ ഷെയ്ഡാ പറയണേ, ഒരു കറക്റ്റ് കളറാട്ടോ വീഡിയോയിൽ കാണുന്നത്. ബോട്ടം ഇങ്ങനെ കോട്ടൺ സിൽക്കിൽ വരും. 2480 ആണ് ഈ സെറ്റിന്റെ റേറ്റ്. ഒരു ലൈറ്റ് ഒരു ഗ്രീനിഷ് ഷെയ്ഡും ബേജ് ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് 2480. അടുത്തത് വരുന്നത് ജൂട്ടില് വരുന്ന ഒരു സെറ്റാണ്. ജൂട്ടാണ് ടോപ്പ്. ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന ജൂട്ടിന്റെ ടോപ്പ് വരും. എന്നിട്ട് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് വരുന്ന ടസർ ഇങ്ങനെ വരും. ഡാർക്ക് ഗ്രേയിലുള്ള ജൂട്ടിന്റെ ടോപ്പ്. അതിനകത്ത് എംബ്രോയിഡറി വർക്കിൽ വരുന്ന ടസറിന്റെ ദുപ്പട്ട. ഇതിങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡില് ഗ്രേഷ് കളറും കൂടെ ഇടയിൽ കൂടെ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഇതാണ് അതിന്റെ ബോട്ടം. 3300. 3300. ഷോൾട്ട് കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. ടസറില് എംബ്രോയിഡറി വന്നിട്ടുള്ള ഷോളാണ്. ടോപ്പ് ജൂട്ട്,
കോട്ടൺ സിൽക്കിന്റെ ബോട്ടം. അടുത്തത് വന്നിട്ടുള്ളത് ടസറിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ്. ഇത് ദേശീയ ടസർ അല്ല, നമ്മുടെ സാധാരണ ടസറാണ്. ഇതേ ടസറില് ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി, നെക്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഹാൻഡ് എംബ്രോയിഡറി. ഇതൊരു ബേജ് കളറാണ്, ഒരു ബേജും ഗോൾഡനും കൂടെ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൻ്റെ ഷോള് വന്നിരിക്കുന്നത് ഇതേ ഇങ്ങനെ ഗ്രേയിൽ വർക്ക് വരുന്ന ഷോള്. ആ പ്ലെയിൻ ആയിട്ടുള്ള ടസറില്ലേ അതാണ് കേട്ടോ. ബോട്ടം ഇതുപോലെ തന്നെ, ഇതാണ് ബോട്ടം 3650. അടുത്തത് വരുന്നതും ഒരു ടസറിൽ വരുന്നതാണ്. ടസറിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു സെറ്റാണ്. ഇതൊരു ഇതിന്റെ കളർ പറയാനായിട്ട് ഒരു കോഫി ബ്രൗണും അല്ല, എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കളർ അല്ലേ, ഒരു ഗ്രേയും കോഫി ബ്രൗണും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കളർ. അതിനകത്ത് യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഷോള് വരുമ്പോൾ ഇതേപോലെ തന്നെ ടസറിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. ഇത് ഷോളിൽ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ബോട്ടം 3400. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി, ഇപ്പോൾ ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളും ഒക്കെ ആയ കാരണമാണ് നമുക്ക് അറിയാലോ, എല്ലാ സ്റ്റേറ്റിലും ലോക്ക്ഡൗൺ ഒക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ അവൈലബിലിറ്റി അതിൻ്റെ പീസസൊക്കെ ചിലപ്പം സിംഗിൾ പീസസൊക്കെ ആയിരിക്കും ചിലതിനകത്ത് വരുന്നത്. അപ്പം വീണ്ടും പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.